ഓക്കെ. ഹലോ. അപ്പം ആദ്യം തന്നെ സോറി, കുറേ വട്ടം ലൈവ് വരാമെന്നും പറഞ്ഞ് പറ്റിച്ചേന്. അപ്പം CUT-നെ കുറിച്ചുള്ള കാര്യങ്ങൾ Q&A ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ചോദ്യത്തിനുള്ള റിപ്ലൈ തരാനായിട്ടാണ് ഈ ലൈവിൽ വന്നേക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു പ്രൊഫഷണലി കരിയർ ഗൈഡൻ്റ് ഒന്നുമല്ല. എനിക്ക് അത്രയും അറിവുകളൊന്നുമില്ല. ഞാൻ സാധാരണയായിട്ട് ഒരു എക്സാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. കാര്യങ്ങളൊക്കെ തന്നെത്താനെ തപ്പിപ്പിടിച്ച് പഠിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷെ എനിക്കറിയുന്ന അറിവുകൾ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ് മീൻസ് എന്നെപ്പോലെ ഉണ്ടാവുമല്ലോ, അപ്പം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണേ കേട്ടോ. അപ്പം അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക. എനിക്ക് കുറേ നോളേജ് ഇല്ല, എന്നാലും ഉള്ള നോളേജ് ഞാൻ പറഞ്ഞു തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ Q&A ഇട്ട് ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയാനായിട്ട് പോണേട്ടോ. അപ്പോൾ എന്തായാലും തുടങ്ങല്ലേ. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, CUT-യിൽ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ബട്ട് റീസണിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം CUT ടഫാണോ എന്നാണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. CUT അത്രയ്ക്ക് ടഫല്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം ടഫാണ്. റീസണിങ്ങൊക്കെ ചെയ്ത് പഠിച്ചാൽ മതി. ഇനിയിപ്പം സമയമുണ്ടല്ലോ, പഠിക്കാവുന്നത് തന്നെയുള്ളൂ. അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റീസണിങ് വരുന്നത് ജനറൽ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ജനറൽ ടെസ്റ്റ് റീസണിങ് മാത്രമല്ല, അതിൽ എല്ലാം റീസണിങ് ജനറൽ ടെസ്റ്റിൻ്റെ ഒരു ഭാഗമല്ലേ. കറണ്ട് അഫെയർസ് ഉണ്ടാവും, പിന്നെ മാത്സ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ റീസണിങ്ങിൻ്റെ ഒരു 5% അല്ലെങ്കിൽ 10% റീസണിങ്ങിൻ്റെ വരുള്ളൂ. അപ്പം ഇത് ശരിക്കും 10% വരുന്നല്ല കേട്ടോ, എന്നാലും റീസണിങ് അതിൻ്റെ ഒരു ഭാഗമല്ല. അപ്പം റീസണിങ് ബുദ്ധിമുട്ടാണെങ്കിൽ കറണ്ട് അഫെയർസ് ഇത്തിരി കൂടി പഠിക്കാൻ നോക്കാം, മാത്സ് ഇത്തിരി കൂടി പഠിക്കാൻ നോക്കാം. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. DUവിൽ സീറ്റ് കിട്ടാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടാൻ നമ്മൾ പഠിക്കണം, പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നൊന്നുമില്ല. നമ്മൾ +1 +2 പഠിക്കുന്നത് ടോപ്പിക്ക് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടും. അപ്പം അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ അനുഭവങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ അനുഭവങ്ങൾ ലാസ്റ്റ് പറയട്ടെ, കാരണം അതൊരു നീണ്ട കഥയായിട്ട് പോകും. അപ്പം അത് ലാസ്റ്റ് പറയാം. പിന്നെ ചോദിച്ചത് +2 കഴിഞ്ഞിട്ട് ഇനി എന്തെടുക്കുന്ന ആലോചിച്ച് നിൽക്കണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കരിയർ ഗൈഡൻ്റ് അല്ല. അപ്പം +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്നാണ് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. +2 കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ പുതിയ കോഴ്സുകളെ പറ്റിയുള്ള അത്രയ്ക്ക് ധാരണ എനിക്കില്ല. എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടും അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ DUവിൽ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എനിക്കിത് ശരിക്കുള്ളതാണോന്ന് അറിയില്ല. ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ട് എനിക്കുള്ളൊരു അറിവാണ് കേട്ടോ. DUവിൽ അഡ്മിഷൻ കിട്ടാനുള്ളൊരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയാണുള്ളത്. ഒന്നില്ലെങ്കിൽ നമ്മൾ +2 എഴുതിയ 3 സബ്ജക്റ്റ്, അതായത് +1 +2 പഠിച്ച 3 സബ്ജക്റ്റ് എൻ്റെ മാർക്ക്. അതായത് +2 പഠിച്ച 3 സബ്ജക്റ്റ് നമ്മൾ CUT-യിൽ എഴുതി എൻ്റെ മാർക്ക്, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാർക്ക്. ഇതാണ് DUവിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇത് കൂട്ടുമ്പം 800 ടോട്ടൽ മാർക്ക് വരാം. അപ്പോൾ ഈ 800-ൽ ചിലപ്പോൾ ഇപ്പോൾ ഏതിലാണോ കൂടുതൽ മാർക്ക് അതായിരിക്കും അവർ കണക്കൂട്ടുക. ഇപ്പം ഇംഗ്ലീഷ് + ജനറൽ ടെസ്റ്റാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അതിൻ്റെ മാർക്ക് നോക്കും.
അപ്പം അത് ജനറൽ ടെസ്റ്റിനും ഇംഗ്ലീഷിനാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ അതായിരിക്കും DU നോക്കാം. ഇനിയിപ്പം ജനറൽ ടെസ്റ്റിലും ഇംഗ്ലീഷിലും മാർക്ക് കുറവാണ്, പക്ഷേ ഈ +2 എഴുതിയ 3 വിഷയങ്ങളിലാണ് മാർക്ക് കൂടുതൽ നിൽക്കുക. അപ്പോൾ DU അതായിരിക്കും നോക്കാം. അപ്പോൾ ഏതിലാണോ മാർക്ക് കൂടുതൽ അതായിരിക്കും നോക്കാം. ഇതിൽ രണ്ടിൽ ഏതിലാണോ മാർക്ക് കൂടുതൽ ആ മാർക്ക് ഉണ്ടല്ലോ അത് 700-ലായിരിക്കും അതിൻ്റെ ടോട്ടൽ ബേസ് വരുന്നത്. അപ്പോൾ ഈ 800-ൽ ഒരു 700 സംതിങ് ഒക്കെ മാർക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ടാർഗറ്റ് 700 വെച്ചിട്ട് 800 വെച്ചിട്ട് പഠിക്കുക. പക്ഷെ 700-ൻ്റെ മുകളിൽ, അതായത് ഒരു 750 പിന്നെ അങ്ങോട്ട് 800 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് മാർക്ക് എന്ന് വിചാരിക്കാം. ആ ഒരു റേഞ്ചിലാണ് മാർക്കെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടും. അതായത് DUൻ്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ 3 ക്യാമ്പസാണ്: നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ്. നോർത്ത് ക്യാമ്പസ് അതായത് ഡൽഹിയിൽ നോർത്ത് ഭാഗത്തുള്ള ക്യാമ്പസ് നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസിലുള്ള സൗത്ത് ഭാഗത്തുള്ള ക്യാമ്പസ് സൗത്ത് ക്യാമ്പസ്, പിന്നെ ഓഫ് ക്യാമ്പസ്. അങ്ങനെയാണ് DUൻ്റെ ക്യാമ്പസുകൾ വരുന്നത്. അപ്പോൾ DUൻ്റെ ക്യാമ്പസിൽ നോർത്ത് ഭാഗത്താണ് കുട്ടികൾ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നോർത്ത് ക്യാമ്പസിനാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടികൾ 700-ന് മുകളിൽ മാർക്കുള്ള കുട്ടികൾക്ക് ഇവിടെ നോർത്ത് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടും. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ 700 തൊട്ടൊരു 400 400 ആ ഒരു റേഞ്ചിൽ മാർക്ക് വന്നു കഴിഞ്ഞാലും സൗത്ത് ക്യാമ്പസിലും ഓഫ് ക്യാമ്പസിലും സീറ്റ് കിട്ടും. അപ്പം 700 കിട്ടിയില്ലല്ലോ, അയ്യോ എനിക്ക് സീറ്റ് കിട്ടില്ലേ എന്ന് പറഞ്ഞ് പേടിക്കണ്ട. ആ ഒരു റേഞ്ചിൽ നമുക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് DUവിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ ഒരു കാര്യം DUവിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DUവിൽ അഡ്മിഷൻ വെക്കേണ്ട ഒരു രീതി വ്യത്യാസമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് DUവിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്റർ ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രിഫറൻസ് വെക്കാനുള്ളൊരു സമയം വരും. അപ്പോൾ ഈ പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DUവിൽ ഞാൻ പറയും നോർത്ത് ക്യാമ്പസ് ഉണ്ട്, സൗത്ത് ക്യാമ്പസ് ഉണ്ട്, ഓഫ് ക്യാമ്പസ് ഉണ്ട്. ഇത് നമ്മൾ 10 കഴിഞ്ഞിട്ട് +2-ൽ സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ സ്കൂളുകൾ പ്രിഫറൻസിൽ വെച്ചില്ലേ, അതേപോലെ DUവിൻ്റെ ക്യാമ്പസുകൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് പ്രിഫറൻസ് അനുസരിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് നല്ലപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രിഫറൻസിൽ വെക്കുന്നതാണ്. പ്രിഫറൻസ് നമ്മൾ എങ്ങനെ വെക്കണോ അതിനനുസരിച്ചിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 700 മാർക്ക് അവിടെയുള്ള അതിന് കൂടുതൽ കിട്ടുന്നവർക്കാണ് നോർത്ത് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ ചാൻസ്. അപ്പം നമുക്കിപ്പോൾ ബൈ ചാൻസ് 700-ൽ കുറവാണെന്ന് വെക്കുക. അപ്പം നമ്മൾ പ്രിഫറൻസ് വെക്കുമ്പോൾ എന്തായാലും എങ്ങനെ വെക്കരുത്, മുകളിൽ തന്നെ നോർത്ത് ക്യാമ്പസ് കൊണ്ട് വെക്കരുത്. ആദ്യം തന്നെ നമ്മൾ സൗത്ത് ക്യാമ്പസ് വെക്കുക, പിന്നെ നമുക്ക് നോർത്ത് ക്യാമ്പസ് വെക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, ഓരോ ക്യാമ്പസുകൾ നോക്കുമ്പം അവിടേക്ക് നമ്മുടെ അപ്ലിക്കേഷൻ ആദ്യം വരും. അതാണ് സംഭവം. അപ്പം പ്രിഫറൻസ് വെക്കുന്ന രീതി അത് DUവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്ക് അത് DUവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ DUവിൻ്റെ DUവിൽ മാത്രം ഇങ്ങനെയുള്ളൂ കേട്ടോ. കാരണം DUവിലും പിന്നെ DUവും ബനാറസ് യൂണിവേഴ്സിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 യൂണിവേഴ്സിറ്റി മാത്രം എൻ്റെ അറിവിൽ കുറേ ക്യാമ്പസുകളുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒരു ക്യാമ്പസ് ഉള്ളൂ. അതായത് ഇപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒരു ക്യാമ്പസ് ഉള്ളൂ. അപ്പോൾ പ്രിഫറൻസ് വെക്കേണ്ട കാര്യമില്ല, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി തന്നെ വെച്ചാൽ മതി. പിന്നെ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ ഒരു ക്യാമ്പസ് ഉള്ളൂ. അപ്പം ഒരു വട്ടം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി, കോഴ്സ് മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ DUവിന് മാത്രം കുറേ ക്യാമ്പസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രിഫറൻസ് ഒക്കെ വെക്കേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ ഓക്കെ, ഇനി ഞാൻ റിസർവേഷൻ്റെ കാര്യങ്ങൾ പറയാം. റിസർവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം DUവിൻ്റെ കാര്യമാണ് കേട്ടോ.
ആ ഇപ്പോൾ അല്ല, എൻ്റെ കാര്യം പറയാം, എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ എങ്ങനെയാണ്, അതാവുമ്പോൾ അതിലെല്ലാം വന്നു പോകും. അപ്പോൾ എനിക്ക് പിന്നെ ഓർത്തോർത്ത് പറയേണ്ടി വരില്ല. എൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഞാൻ +1 +2 പഠിക്കുമ്പോൾ അയ്യോ ഞാൻ +1 +2 പഠിക്കുമ്പോൾ എനിക്ക് ടീച്ചേഴ്സ്മാരൊക്കെ പറയും, ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചി ഡൽഹിയിലാണ് പഠിക്കുന്നത്, ഇവിടെ പഠിച്ചത് ചേച്ചി ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം, അപ്പോൾ എനിക്ക് തോന്നി, ഓ ഡൽഹിയിലൊക്കെ പോയി പഠിക്കാൻ പറ്റുന്നു. അത്രയും നാളെന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിക്കരുതായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവില്ല ഒരിക്കലും. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഫാമിലീൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുക, ആ ഒരു കംഫേർട്ട് സോണിൽ തന്നെ ഇരിക്കും. നമ്മൾ ഒരിക്കലും ഒരു പേഴ്സണായിട്ടൊരു വളരില്ല. അപ്പം എൻ്റെ ഒരു ഇതായിരുന്നു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോയി, അതായത് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം. അത് ഞാനൊരു ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണതാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടെന്നല്ല, അത്രയൊക്കെ ഇതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത്രയൊക്കെ ജീവിതം പഠിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അങ്ങനെ പക്ഷേ +1 +2 എത്തിയപ്പോഴാണ് സീനിയർ ഒരു ചേച്ചി ഡൽഹിയിൽ പഠിക്കുന്നുണ്ടെന്ന് ഇപ്പോഴും ടീച്ചേഴ്സ്മാർ പറയാം. അപ്പോഴാണ് എനിക്ക് ഡൽഹിയിലൊക്കെ പോയിട്ട് പഠിക്കാൻ പറ്റുമെന്നൊരു മൈൻഡ് വന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു, ഡൽഹി പോയിട്ട് പഠിക്കാം, എന്താ എനിക്കും അതായത് ഇങ്ങനെയാണ്, ചേച്ചിക്ക് പഠിക്കാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് പഠിച്ചുകൂടാ, അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക് വന്നത്. അപ്പോൾ പക്ഷേ ഡൽഹി പോയിട്ട് പഠിക്കണമെന്നേ അറിയുള്ളൂ, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയില്ല, എങ്ങനെ ഡൽഹി വരെ എത്തുന്നുള്ളൊരു ഇതറിയില്ല. അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഉള്ള നമുക്കുള്ളൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു, ഹൗ ടു സ്റ്റഡി ഇൻ ഡൽഹി, ഹൗ ടു എക്സാംസ്, അങ്ങനെ സെർച്ച് ചെയ്ത് എത്രമാത്രം സെർച്ച് ചെയ്യേണ്ടത് എനിക്ക് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, +2 കഴിഞ്ഞാൽ എന്തെടുക്കുക, +2 കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഭയങ്കര പ്രഷറൈസ്ഡും ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ പിന്നെ നമുക്ക് ഓരോരോ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ വരുമ്പോൾ പറയും, നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ജോലി വേണം നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എനിക്കാണെങ്കിൽ +1 എത്തിയിട്ടും അറിയില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനായി, കാരണം എനിക്ക് +2 എത്തിയിട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ എങ്ങനെ ഒരു ജോലിക്ക് എത്തും എന്നായി എൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷനിൽ ഞങ്ങൾ ഹൗ ടു സ്റ്റഡി എന്നും പറഞ്ഞിട്ട് യൂട്യൂബിൽ തപ്പിയാണെങ്കിൽ കുറേ എൻട്രൻസ് എക്സാമുകൾ വഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടണേന്ന് മനസ്സിലായി. ക്ലാറ്റ്, പിന്നെ MHSO, അങ്ങനെ കുറേ CUT, അതിലൊരു ഇതായിരുന്നു CUT ഒന്നും ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു എക്സാം എന്ന് പറയും. കാരണം എൻ്റെ ഒരു മെയിൻ എനിക്ക് ക്ലാറ്റ്, അതൊക്കെയാണ് ഞാൻ നോക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ +2 തുടങ്ങിയപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ക്ലാറ്റ് എക്സാം എഴുതി. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരാനില്ല, അത് വേണമെങ്കിലും ആരും നമുക്കൊന്നും പറഞ്ഞു തരില്ല, അതൊരു സത്യമാണ്. നമ്മളുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ CUT ചെയ്തുകൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ഗുണങ്ങളുണ്ട്, അതല്ല, പക്ഷെ ആ ഒരു ഹാബിറ്റ് വന്നു. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, തപ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം വന്നു. അതാണ് നമ്മൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്നല്ല, നമുക്ക് വേണ്ട ഒരു ഹാബിറ്റ്. എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു പുതിയൊരു ഹാബിറ്റാണ്. എനിക്ക് ഈ എക്സാമിലൂടെ എനിക്ക് കിട്ടിയൊരു ഹാബിറ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ സെർച്ച് ചെയ്തു, അങ്ങനെ മനസ്സിലായി CUT എന്നൊരു എക്സാം ഉണ്ട്. CUT എന്നുള്ള എക്സാം എഴുതുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാൽ കേന്ദ്ര യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ എന്തായാലും ഒരു ഡിഗ്രി എടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിലൊരു സാധാരണ കോളേജിൽ ഡിഗ്രി എടുത്തിട്ട് ഇതിനേക്കാളും നല്ലതല്ലേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കാമെന്ന്. അപ്പോൾ പക്ഷെ അതിന് എക്സാം എഴുതണമെന്ന് മനസ്സിലായി. അങ്ങനെ എക്സാമിന് വേണ്ടി പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ അപ്പോൾ ഈ ചേച്ചിയില്ലേ, സീനിയർ ചേച്ചി എടുത്ത് ചോദിച്ചു. അപ്പോൾ സീനിയർ ചേച്ചി പറഞ്ഞു 1-2 യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്, പ്രൊപ്പ് വൈസ്
അറിയുണ്ടാവും, CUT പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അറിയണ്ട, പ്രൊപ്പൈസ് അങ്ങനെ. പിന്നെ CUT വാല, അത് ഹിന്ദി ചാനലാണ് കേട്ടോ. CUT വാലേൻ്റെ വീഡിയോ ആണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. CUT വാല, പ്രൊപ്പൈസ്, പിന്നെ കുറേ ഉണ്ട്, ലോഗിരി, അങ്ങനെ ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ കണ്ടു. അങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. എൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കുന്നതാണെങ്കിൽ CUT വാലേൻ്റെ ഒക്കെ. പിന്നെ കറണ്ട് അഫെയർസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഒരു വർഷത്തെ കറണ്ട് അഫെയർസ് ഒക്കെ ഒറ്റ വീഡിയോയിൽ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ വീഡിയോകൾ വരും. നമുക്ക് നല്ല എളുപ്പം നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്ലൈ ചെയ്യണമെന്നറിയാം, CUT അപ്ലൈ ചെയ്യണമെന്നറിയാം. പക്ഷെ അപ്ലൈ ചെയ്യേണ്ട സമയമായിന്ന് അറിഞ്ഞില്ല ഞാൻ. CUT അപ്ലൈ, അതിപ്പോൾ ഞാൻ ജാമിയ മിലിയയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല CUT അപ്ലൈ ചെയ്യേണ്ട സമയമായത്. അങ്ങനെ ആരോ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് CUT അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇങ്ങനെയാണ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞു, CUT അപ്ലൈ ചെയ്യേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കാം, ആ ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിൽ അപ്പോൾ CUT അപ്ലൈ ചെയ്യേണ്ട ടൈമായി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ അറിയുമായിരുന്നു? എനിക്ക് അറിയാനും പറ്റില്ല, ഞാൻ അപ്ലൈ ചെയ്യാനും പറ്റില്ലായിരുന്നു. അതാണ് ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും. അവരവരുടെ സൈറ്റിൽ അവർ നോട്ടിഫിക്കേഷൻ ഇടും. പക്ഷെ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു +2 അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം അറിയുണ്ടാവും. പിന്നെയും കുട്ടി ഞാനായപ്പോൾ എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ സൈറ്റിൽ പോകണം, നോട്ടിഫിക്കേഷൻ നോക്കണമെന്നൊന്നും പറഞ്ഞു തരാനും ആരുമില്ല. അങ്ങനെ അപ്പം ഞാൻ അറിഞ്ഞു CUT അപ്ലിക്കേഷൻ വെക്കണമെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ പോയി അപ്ലിക്കേഷൻ വെക്കാനായിട്ട് പോയപ്പോൾ ആണ് ആ അക്ഷയത്തെ ചേട്ടൻ എൻ്റെ അടുത്ത് പറയാം, CUT അപ്ലൈ ചെയ്ത് തരാം, പക്ഷേ യൂണിവേഴ്സിറ്റീൻ്റെ ഒക്കെ ലിസ്റ്റ് കൊണ്ടുവരാം. അപ്പോഴേ യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റോ എനിക്കൊന്നും അറിയില്ല, എന്താണ് യൂണിവേഴ്സിറ്റീൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോഴാണ് മനസ്സിലായത് CUT അപ്ലൈ ചെയ്യണമെങ്കിൽ ഓരോരോ യൂണിവേഴ്സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിൽ പോയി തപ്പി CUT എങ്ങനെയാണെന്ന് നോക്കും. യൂട്യൂബിലൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു ബുദ്ധി ഉദിച്ചു, ഗൂഗിളിൽ തപ്പി. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ ആദ്യം ചെയ്തതെന്നാണ് എനിക്ക് എവിടെയാണ് പഠിക്കാൻ ആഗ്രഹം എന്ന് നോക്കി. അപ്പം ഞാൻ ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, പിന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇങ്ങനത്തെ സ്ഥലങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചാൽ സ്ഥലങ്ങളുടെ പേര് ഡൽഹി, ഗുജറാത്ത്, പോണ്ടിച്ചേരി, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളുടെ പേര് ഞാൻ എഴുതി വെച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ ഡൽഹി ലിസ്റ്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ ഡൽഹി ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റുകൾ വന്നു. അങ്ങനെ ഞാനപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ പേര് എഴുതി വെച്ചു. അങ്ങനെ ഓരോരോ സ്ഥലത്തിൻ്റെ പേര് വെച്ചിട്ട് യൂണിവേഴ്സിറ്റീസ് സെർച്ച് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സ്ഥലങ്ങളുടെ പേര് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ഓരോരോ യൂണിവേഴ്സിറ്റീൻ്റെ പേര് സെർച്ച് ചെയ്തു. അതിപ്പം അങ്ങനെ ഞാൻ ഡൽഹിയിലുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ, പിന്നെ JMC അല്ല JNU അങ്ങനെയൊക്കെ ഞാൻ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ഇത് ഞാൻ സെർച്ച് ചെയ്തു. JNU സെർച്ച് ചെയ്യുമ്പോൾ കോഴ്സുകൾ വരും. എന്നിട്ട് ഞാൻ നോക്കി എനിക്കിഷ്ടമുള്ള കോഴ്സ് ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ തപ്പി നോക്കി എഴുതി വെച്ചാണ് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയത്. എനിക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി വേണം, എനിക്ക് ഏതൊക്കെ കോഴ്സ് വേണം, ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് CUT പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് CUTയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ എല്ലാ കോഴ്സും എത്ര CUTയിൽ എഴുതേണ്ട എക്സാമും എത്ര മാർക്ക് വേണമെന്നൊക്കെ അതിൽ കിട്ടുന്നു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനെല്ലാം അറിഞ്ഞത്. അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അക്ഷയയിൽ പോയിട്ട്, കാരണം അക്ഷയയിലുള്ളവർക്ക് ഇത് അറിയില്ല, പുതിയ എക്സാം അല്ലേ, അവർ പറഞ്ഞിട്ടും കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരോ യൂണിവേഴ്സിറ്റീസൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ അതിന് മുമ്പ് എഴുതിയ എക്സാമാണ് ക്ലാറ്റ്. അപ്പോൾ ക്ലാറ്റ് എഴുതാൻ നേരത്ത് അപ്പോഴാണ് ഈ ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, NCL, പിന്നെ EWS അങ്ങനത്തെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ എടുത്ത് വെക്കുക എപ്പോഴും.
ഇപ്പോഴും എടുത്തു വയ്ക്കുക കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോലെ റിസൾട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും നിങ്ങൾ എടുത്തു വയ്ക്കുക. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എടുത്തു വെച്ചു ക്ലാറ്റിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ ക്ലാറ്റ് എക്സാം എഴുതണം പോയപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒരു 3 ദിവസം കൂട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ക്ലാറ്റ് എക്സാമിൻ്റെ കാര്യം അറിയണം. അപ്പോൾ ഞാൻ ഓടി നടന്ന് ആണ് ഞാൻ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഞാൻ ഇത്രയും ഓടി നടന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുത്തല്ലോ എന്ന്. പക്ഷേ CUT വേണ്ടിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ഉപകാരപ്പെട്ടത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാര്യമൊന്നുമില്ല. അങ്ങനെ ഭാഗ്യത്തിന് എനിക്ക് CUT അപ്ലൈ ചെയ്യാൻ പറ്റി. കാരണം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ജനറലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വന്നാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ CUT അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം എഴുതാനായിട്ടുള്ള ഡേറ്റ് ഒന്ന് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ എക്സാം വേറെയാണ്, നിങ്ങൾക്ക് എക്സാം വേറെയാണ്. കാരണം ഞങ്ങൾക്ക് എക്സാം ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം എങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ചിലപ്പോൾ നാളെ ആയിരിക്കും പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം. എനിക്ക് ഭയങ്കര ടഫാണ് എക്സാമെങ്കിലും നാളെ അവൻ എക്സാം എഴുതിയിട്ട് വന്ന് പറയും എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു എക്സാം എന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എക്സാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് എക്സാം. ഒരുമിച്ചാണ് എക്സാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ടഫാണെങ്കിലും അവർക്ക് സിമ്പിളാണെങ്കിലും മാർക്കിൻ്റെ വരുമ്പം എല്ലാം കൂടി മോഡറേറ്റ് ആക്കിയിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞു. എൻ്റെ എക്സാം ഈ ഷിഫ്റ്റൊക്കെ ആയിരുന്നു. പക്ഷെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇപ്പോൾ പേപ്പർ ആക്കിയില്ലേ. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതായിരുന്നു കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് നല്ല സ്പേസ് കിട്ടും, നല്ല ഒരു സ്ട്രെസ് ഉണ്ടാവില്ല, ഭയങ്കര എളുപ്പമായിട്ട് എക്സാം എഴുതി വരാം. കമ്പ്യൂട്ടർ ബേസ്ഡാണ് നല്ലത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും കുട്ടികൾ എക്സാം എഴുതുമ്പം ഒറ്റ ദിവസത്തിൽ നടക്കണമെങ്കിൽ, എല്ലാവർക്കും ഫെയർ ആവണമെങ്കിൽ പേപ്പർ യൂസ് ചെയ്യാണ്ട് അത്രയും കമ്പ്യൂട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെയായിരിക്കും. അത് കഴിഞ്ഞു, എക്സാം എഴുതി കഴിഞ്ഞു. ഈ എക്സാം എഴുതണവരെ യൂട്യൂബ് ചാനലിലൊക്കെ ഭയങ്കര വീഡിയോസ് ഉണ്ട് കേട്ടോ. എക്സാം അങ്ങനെ എഴുതണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഒന്നും അറിയണില്ല. അപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ചിട്ട് പറയും എനിക്ക് ഡൽഹി പോകണം അപ്പോൾ അവൾ പറയും എനിക്ക് ഡൽഹി പോകണം എന്നൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് പറയും. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിലൊന്നും പറയണില്ല ഇനി എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പം ഞങ്ങൾ റിസൾട്ട് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. CUT റിസൾട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സെർച്ച് ചെയ്ത് അങ്ങനെ അറിഞ്ഞു. പിന്നെ CUT റിസൾട്ടൊക്കെ വന്നപ്പം യൂട്യൂബിൽ വന്നു. CUTൻ്റെ റിസൾട്ട് അനൗൺസ്ഡ്, അഡ്മിറ്റ് കാർഡ് അതൊക്കെ യൂട്യൂബിലുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് റിസൾട്ട് വന്നു പറഞ്ഞപ്പോൾ ഞാൻ പോയി റിസൾട്ട് ഡൗൺലോഡ് ചെയ്തു. റിസൾട്ട് കിട്ടി. പിന്നെ യൂട്യൂബിലൊന്നും വേണ്ടിയില്ല. എന്ത് ചെയ്യും ഞാൻ ഈ റിസൾട്ടും കൊണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനപ്പോൾ ഈ സീനിയർ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി റിസൾട്ട് വന്നു ഇനി എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേച്ചിയാണ് എനിക്ക് മൈത്രീൻ്റെ ഹെൽപ്പ് ഡെസ്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ ഹെൽപ്പ് ഡെസ്കിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. കാരണം അത്രയും നാൾ ആരോട് ചോദിക്കണം, ഒരാളില്ല ഇതറിയണത്, ആരോട് ചോദിക്കണം എങ്ങനെ ചോദിക്കണമെന്നൊന്നും അറിയാണ്ട് കൺഫ്യൂഷൻ അടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ഗൈഡൻസ് കിട്ടാണ്. അതായത് അവർ ഗൈഡ് ചെയ്ത് തരും നമുക്ക്. അവർക്കറിയല്ല നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ ഒരാളുണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ CUT എന്നുള്ള ഹൈലൈറ്റിൽ മൈത്രീൻ്റെയും സർഗൻ്റെയും ഇത് ഇൻസ്റ്റാ പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്കൊക്കെ കിട്ടും കേട്ടോ. ഹെൽപ്പ് ഡെസ്കിൽ കയറിയിരുന്നാൽ നല്ലതാണ്. അത് DUൻ്റെ ഹെൽപ്പ് ഡെസ്ക് ആണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. ആ ഹെൽപ്പ് ഡെസ്കിൽ കയറി കഴിഞ്ഞാൽ വേറെ ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ലിങ്ക് അതുവഴി ഷെയറായി കിട്ടും. മലയാളികളാണുള്ളത്, മലയാളത്തിൽ ചോദിക്കുക, മലയാളത്തിൽ അവർ പറഞ്ഞു തരും ചെയ്യും. അങ്ങനെ ഞാനപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു അരുണാചൽ പ്രദേശിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോയി. അതിൻ്റെയാണ് ആദ്യം സൈറ്റ് തുറന്നത്. അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്കിൽ പറയും സൈറ്റ് തുറന്നു എന്നുള്ള കാര്യം ഹെൽപ്പ് ഡെസ്കിൽ പറയും. മുമ്പാണെങ്കിൽ അറിയില്ല യൂണിവേഴ്സിറ്റി സൈറ്റ് തുറന്നു, അതായത്
ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു മാർക്ക് ഷീറ്റ് ആയിട്ടാണ് കിട്ടുക ഈ CUTൻ്റെ റിസൾട്ട്. ഈ മാർക്ക് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഗതി. അതൊന്നും അപ്പം അറിയണ്ടായിരുന്നില്ല, ഇപ്പം അറിയാം. അപ്പോൾ ഇത് ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഈ സൈറ്റ് തുറക്കണം അല്ലേ? അപ്പോൾ ഇത് അറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ പോയി നോക്കാനൊക്കെ പറയും. പക്ഷെ നമുക്ക് എന്തോരം നേരം എപ്പോഴും ഗൂഗിളിൽ പോയി നോക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് വന്നത്. ഹെൽപ്പ് ഡെസ്കിൽ അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്കിൽ വരും, മെസ്സേജ് വരും. ഹെൽപ്പ് ഡെസ്കിൽ സൈറ്റ് ഓപ്പൺ ആയി എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വരും. പിന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് ചേട്ടാ ഇത്ര മാർക്കാണ് കിട്ടിയത്, എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും ഇന്ന യൂണിവേഴ്സിറ്റിയിൽ വെച്ചോ, നിനക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ DUവിൽ ചിലപ്പോൾ നിനക്ക് കിട്ടില്ലായിരിക്കും, പക്ഷേ ഇന്ദിരാഗാന്ധി ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് ഈ മാർക്ക് വെച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ അവർ നമ്മളെ ഗൈഡ് ചെയ്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ആഗ്രഹം അല്ലേ നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അറിയാണ്ട് പോയതാണ് ജാമിയ മിലിയയുടെ എക്സാം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ CUTൻ്റെ എക്സാം എഴുതിയ പോലെ ജാമിയയിൽ ഞാൻ വെച്ചതാണ്, അപ്ലിക്കേഷൻ വെച്ചത്. എക്സാം ഡേറ്റ് വന്നു, ഞാൻ അറിഞ്ഞില്ല ഇന്ന ദിവസമാണ് എക്സാം എന്നുള്ളത്. ഞാൻ എഴുതിയില്ല, പോയില്ലേ, എനിക്ക് ജാമിയയിൽ എക്സാം എഴുതാൻ പറ്റിയില്ല. അങ്ങനെയാണ് കുറേ കുട്ടികളുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഒരു കൊല്ലത്തൊരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, CUTൻ്റെ റിസൾട്ട് വരണേക്കാൻ മുമ്പ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കുറേ കുട്ടികളെ കണ്ടു. CUTൻ്റെ റിസൾട്ട് വന്നിട്ട് യൂണിവേഴ്സിറ്റി തുറന്നത് അറിയാണ്ട് വെക്കാണ്ട് പോയ കുറേ കുട്ടികളെ കണ്ടു. ലക്കിയാണ് ഞാൻ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, CUTയിൽ സൈറ്റ് ഓപ്പൺ ആയപ്പോൾ ആദ്യം ഓപ്പൺ ആയത് ഒരു അരുണാചൽ പ്രദേശിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ വെക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ NCLൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വേണം, അറിയാലോ. സർട്ടിഫിക്കറ്റ് വെക്കാൻ പോയപ്പോൾ പറയാണ് ആ സർട്ടിഫിക്കറ്റ് പറ്റില്ല, 3 മാസം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ 3 മാസം അതിന് ഡേറ്റ്, ഈ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 ദിവസം 5 ദിവസമൊക്കെ മാക്സിമം, അത്രയും ദിവസമൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ദിവസം കിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് കിട്ടുന്ന അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ പോയി ഓടി നടന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് അടച്ചു. ഏത് അരുണാചൽ പ്രദേശിലെ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റ് അടച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പക്ഷേ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടാണ് DUവിൻ്റെ അഡ്മിഷൻ തുറന്നത്, ഇന്ദിരാഗാന്ധി ട്രൈബലിൻ്റെ അഡ്മിഷൻ തുറന്നത്. അപ്പോൾ ഞാൻ അതിനൊക്കെ വെക്കാൻ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെട്ടു. പക്ഷേ ഞാൻ ഒരു പക്ഷേ അരുണാചൽ പ്രദേശിലെ ആ യൂണിവേഴ്സിറ്റിയിൽ വെക്കാനായിട്ട് ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ DUവിലാണ് ഇപ്പം ഞാൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കണമെന്ന് വിചാരിക്കാം. ഞാൻ അവിടെ പോയി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് അറിയുക എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം. അത് 3 മാസം മുമ്പുള്ളത്. അപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല, എനിക്ക് DUവിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ ഇപ്പോഴേ പറയാണ്, റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിനൊക്കെ ഒന്നും കൂടി അപ്ലൈ ചെയ്തിടുക. അവർ പറയാണ് നിങ്ങളുടെ ഓൾറെഡി ഉണ്ടല്ലോ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാലും പറയാല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ സെൻട്രൽ പർപ്പസിൽ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പം ഇത്ര മാസം മുമ്പുള്ളത് വേണമെന്ന് ചോദിക്കും. അതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെക്കാം. അല്ലെങ്കിൽ ഓടി നടക്കേണ്ടി വരും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ഞാൻ ഓടി നടന്നതാണ്. ഓക്കെ, അതാണ് പിന്നെ ഒരു കാര്യം. അപ്പോൾ 3 മാസം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാം. പിന്നെ DUവിൻ്റെ ഒരു കാര്യം, പിന്നെ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞു, റിസൾട്ട് കഴിഞ്ഞു, പ്രിഫറൻസൊക്കെ വെച്ചു. മൈത്രിയിലെ ഗൈഡൻസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അതിൽ അഡ്മിൻ ചേട്ടന്മാർക്കൊക്കെ ഞാൻ കുറേ മെസ്സേജ് അയച്ചു ചോദിച്ച് മനസ്സിലാക്കി.
അവർ അത്രയും ഗൈഡൻസ് തന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് DUവിൽ അഡ്മിഷൻ കിട്ടിയത്. അവർ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പ്രിഫറൻസ് വെച്ചതും എനിക്ക് കിട്ടിയതും. അത് കഴിഞ്ഞ് പിന്നെ എന്താ, അഡ്മിഷൻ കിട്ടി, ഡൽഹിയിൽ കിട്ടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കണ്ടേ, പിന്നെ താമസത്തിനായി ടെൻഷൻ. അപ്പം DUവിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, DUവിൻ്റെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി അല്ല. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഹോസ്റ്റലുണ്ട്, നിങ്ങൾക്ക് ഹോസ്റ്റൽ കിട്ടും. DUവിന് ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റലില്ല എന്നല്ല പറയുന്നത്. പക്ഷേ സൗത്ത് ക്യാമ്പസിൽ ഹോസ്റ്റൽ വരുന്നുള്ളൂ, ഓഫ് ക്യാമ്പസിലും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുകളുണ്ട്. ഞാൻ പറയാം, നോർത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുണ്ട്, സൗത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുകളുണ്ട്. പക്ഷെ ഹോസ്റ്റലുകളില്ലാത്ത ക്യാമ്പസുകളുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാൻ ഒരിടം കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം ചിലപ്പോൾ ടെൻഷൻ അടിക്കും നിങ്ങൾ. പക്ഷേ ഈ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ ഒരുപാട് സഹായിക്കും. കാരണം നമ്മൾ മലയാളികളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൽ അഡ്മിന്മാർക്ക് നമ്മൾ മെസ്സേജ് അയച്ചാൽ ഇവർ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. ഇത് ഞാൻ DUവിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, വേറെ യൂണിവേഴ്സിറ്റീസ് അല്ല. വേറെ യൂണിവേഴ്സിറ്റിക്കൊക്കെ അവരുടെ ഹോസ്റ്റലുകളുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റിക്കും അവരവരുടെ ഹോസ്റ്റലുകളുണ്ട്. അതിപ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ബനാറസ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അവരവരുടെ ഹോസ്റ്റലുകളുണ്ട്. പക്ഷേ DUവിലും ഹോസ്റ്റലുണ്ട്, നോർത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുണ്ട്, സൗത്ത് ക്യാമ്പസിലും ഹോസ്റ്റലുകളുണ്ട്. പക്ഷെ ഹോസ്റ്റലുകളില്ലാത്ത, അതായത് ഹോസ്റ്റലുകൾ വരാൻ പോകുന്ന കുറച്ച് ക്യാമ്പസുകളുണ്ട്. അപ്പം അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ എന്തെങ്കിലും നമ്മൾ സ്ട്രെസ്സാവും എവിടെ നിൽക്കുന്നു ആലോചിച്ചിട്ട്. പക്ഷേ ഹെൽപ്പ് ഡെസ്കിൽ അഡ്മിന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത് ഹോസ്റ്റലല്ല, റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്, ഫുള്ള് മലയാളികളാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹെൽപ്പ് ഡെസ്ക് അത്രയ്ക്കും ഉപകാരപ്പെടും. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ കയറിയിരിക്കുക, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഹെൽപ്പ് ഡെസ്ക് എത്ര സഹായിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് വാക്കുകളില്ല. ഇനി എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്കിൽ അഡ്മിന്മാർക്ക് മെസ്സേജ് അയക്കുക, അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടോ? എൻ്റെ ഓഡിയൻസ് ക്ലസ്റ്ററിൽ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. വലിയ വലിയ ചേട്ടന്മാരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. കുഞ്ഞുമക്കളെന്ന് പറയുമ്പോൾ ഒരു 17, 15, 18 ആ മക്കളുണ്ട്. വലിയ ചേട്ടന്മാരുണ്ട്, ഒരു 20 തൊട്ട് 23 വയസ്സുള്ള ചേച്ചിമാരുണ്ട്. അപ്പം എനിക്കറിയില്ല ഈ ഓഡിയൻസ് ഏതാണെന്ന്. കുഞ്ഞുമക്കളുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടോ? CUT റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓഫ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ചോദ്യമായിട്ട് വരാം. പിന്നെ എൻ്റെ അടുത്ത് വന്നതായിരുന്നു ഭയങ്കര ടഫാണോ എന്നൊക്കെ എനിക്ക് മെസ്സേജിൽ വന്നതാണ്. ടഫല്ല എന്നല്ല, +1 +2 നല്ലോണം പഠിച്ചാൽ CUT കിട്ടും. ചേച്ചി ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചതുകൊണ്ടല്ല ഞാൻ ലൈവ് വന്നത്, പക്ഷെ കുറേ പേര് ലൈവ് വരാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ലൈവ് വന്നത്. ഓക്കെ, പിന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള മാറ്റം പറയുകയാണെങ്കിൽ വളരെയധികം മാറ്റങ്ങളാണ്. ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് വളരാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാൻ പറ്റും, കുറേ കാര്യങ്ങൾ പഠിക്കും, എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കുഞ്ഞുമക്കളോടാണ് കേട്ടോ ഞാൻ പറയുന്നത്, കുഞ്ഞുമക്കളുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ സർവൈവ് ചെയ്യാൻ പഠിക്കും, ഹൗ ടു സർവൈവ് അത് പഠിക്കും. അല്ല, ഞാൻ പഠിക്കുകയാണ്. ഓക്കെ,
ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇനി ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാം കേട്ടോ. കാരണം ലൈവിൽ വരുമ്പോൾ അതെ ഡിഗ്രിയാണ്. ഞാനിത് പോസ്റ്റ് ചെയ്യണ്ടല്ലോ. ഞാൻ പഠിക്കുന്നത് DUവിലാണ്, മോത്തിലാൽ നെഹ്റു കോളേജിലാണ്. ഒന്നുമില്ലല്ലോ. ഞാൻ എന്നാ വൈൻഡപ്പ് ആക്കട്ടെ. ഓക്കെ, CUTൻ്റെ എക്സാം വരുന്നത് മെയ് 15 തൊട്ട് 24 തീയതി വരെയാണ് എക്സാം വരുന്നത്. എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലോണം എക്സാം എഴുതുക, ടെൻഷനൊന്നും അടിക്കണ്ട. +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ നല്ലോണം പഠിച്ചാൽ തന്നെ നല്ലോണം നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നല്ലോണം എക്സാം എഴുതുക, ടെൻഷൻ അടിക്കണ്ട. എക്സാം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലോണം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതൊരു നല്ലൊരു ഹാബിറ്റാണ്. ഇവിടെ വന്നിട്ടാണെങ്കിലും കോളേജിലോ ജോയിൻ ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. എങ്കിൽ കൂടി എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. മൈൻഡപ്പ് ആക്കാണേ. ഒന്നും ചോദിക്കാനില്ലാന്ന് വിചാരിക്കുന്നു. ബൈ, ഹാവ് എ നൈസ് ഡേ.